നമസ്കാരം, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന്. പലപ്പോഴും നമ്മൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പുതിയ ഡ്രൈവേഴ്സുമാർക്കും എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ലെഫ്റ്റ് സൈഡ്. അതായത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന്. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ കണ്ടോ, ഇതാണ് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ടിനെ കണക്കാക്കി ഒരു ഡബിൾ സൈഡ് ടേപ്പോ ഒരു റെഡ് ടേപ്പോ നിങ്ങളുടെ ആ സെൻറ്റർ പാർട്ടിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക. ഇതിപ്പം എൻ്റെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ട് ഞാനിപ്പോൾ കാണിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു റെഡ് ടേപ്പ് ഒട്ടിച്ചു. അപ്പോൾ സെൻറ്റർ പാർട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പാർട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പിൽ നിന്ന് എല്ലാ ഓബ്ജക്റ്റുകളും, അതായത് ഇപ്പം മുമ്പിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ അതിനെ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചുകൊണ്ട് വേണം ഓടിക്കേണ്ടത്. അപ്പം മുമ്പിൽ കാണുന്ന ഓബ്സ്ട്രക്ഷൻസ് എല്ലാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയായിട്ട് തട്ടത്തില്ല. നിങ്ങളപ്പോൾ ആ പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ടൊരു ബൈക്ക് കൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ ഡ്രൈവറിൻ്റെ പൊസിഷനിൽ നിന്ന് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എന്തോ കാണാൻ പറ്റുന്നത്, ബൈക്കിൻ്റെ കുറച്ച് ഭാഗം റെഡ് ടേപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആയി നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ, റൈറ്റ് സൈഡിലേക്കായി നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ മുമ്പിലോട്ട് പോയാൽ വണ്ടിയിൽ തട്ടും. ഇപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ബൈക്ക് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ബൈക്കിൽ കാറ് തട്ടും. എന്തോ സംഭവിച്ചതെന്ന് വെച്ചാൽ റെഡ് ടേപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് വന്നിരുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നെങ്കിൽ വണ്ടി തട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ റെഡ് ടേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ബൈക്കിനെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം സൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടെന്ന്, ഗ്യാപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സൈഡിലേക്ക് പോയിട്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ എടുക്കാം. ഉണ്ടോ, ഇപ്പം ഞാൻ റെഡ് ടേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി വെച്ച് ബൈക്ക്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തട്ടത്തില്ല. ഇത് ക്യാമറയുടെ ഒരു ഇത് കാരണം നിങ്ങൾക്ക് തോന്നുവാണ്, പക്ഷേ സ്ട്രെയിറ്റ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ബൈക്ക് മുട്ടാതെ തന്നെ വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷനിൽ ബൈക്ക് വെച്ചതിന് ശേഷം നമ്മൾക്ക് അകത്തുനിന്ന് ഞാൻ കാണിക്കാം ബൈക്ക് ഇപ്പം ആ റെഡ് ടേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണോ അതോ റൈറ്റ് സൈഡിലേക്കാണോ എന്ന്. ഇപ്പോൾ കണ്ടോ, ബൈക്ക് ഇരിക്കുന്നത് ഫുള്ളായിട്ട് ആ റെഡ് ടേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡ്രൈവറിൻ്റെ വ്യൂവിൽ നിന്ന് നോക്കുവാണെങ്കിൽ. അപ്പം സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ടിൽ നിന്ന് എല്ലാ ഓബ്ജക്റ്റുകളെയും ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് തട്ടത്തില്ല, വണ്ടി ആയാലോ ബൈക്കായാലോ എന്തായാലും. ഇപ്പോൾ റെഡ് ടേപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പീക്കറോ വല്ലതും വെക്കാം. ഇത് കണ്ടോ, എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് വെക്കേണ്ടത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ എന്തോ വേണമെങ്കിലും വെക്കാം റെഡ് ടേപ്പിന് പകരം. ആ സെൻറ്ററിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റെഫറൻസിന് വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നടന്നു പോകുന്ന ആൾക്കാരോ വണ്ടികളോ എന്താണെന്ന് വെച്ചാൽ. ഇപ്പോൾ കണ്ടോ, ഈ ബൈക്ക് റെഡ് ടേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ വണ്ടി നേരെ പോവുകയാണെങ്കിൽ ബൈക്ക് തട്ടില്ല, സഫിഷ്യൻറ്റ് ഗ്യാപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഇത്രമാത്രമാണ്, എപ്പോഴും ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ട് റെഫറൻസായിട്ട് എടുക്കുക. സെൻറ്റർ പാർട്ട് റെഫറൻസായിട്ട് എടുത്തതിന് ശേഷം ഓബ്ജക്റ്റുകൾ ഇത് സെൻറ്റർ പാർട്ടിൻ്റെ ലെഫ്റ്റിലേക്ക് വെക്കുക. എല്ലാം ലെഫ്റ്റിലേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ അത് തട്ടത്തില്ല. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആവുന്നിടം വരെ ഇങ്ങനെ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് ഫെമിലിയർ ആവുന്നിടം വരെ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിട്ടമായി കഴിയുമ്പോൾ അതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് പുതിയതായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമായിട്ടുള്ള. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ വീണ്ടും ഒരു തവണ കൂടെ പറയാം. ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടുപിടിക്കുക. അവിടെ ആ സെൻറ്റർ പാർട്ടിൽ ഒരു റെഡ് ടേപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അവിടെ അങ്ങനെ വെക്കുക. എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മുമ്പിൽ കാണുന്ന ഓബ്ജക്റ്റ് എല്ലാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കുന്ന പോലെ തന്നെ
തന്നെ വണ്ടി ഓടിക്കണം. അപ്പോൾ മുമ്പിൽ കാണുന്ന ഓബ്ജക്റ്റ് എല്ലാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതിന് സഫീഷ്യൻറ്റ് ഗ്യാപ്പ് കാണും, അതായത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് അതിൽ തട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് ഫലപ്രദമായും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കണ്ടതിന് വേണ്ടി നന്ദി. നമസ്കാരം.